ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ റംലാൻ ഇഫ്താർ വ്ലോഗ് 17 ആണ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം കുക്കിംഗ് ഒക്കെ ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് എൻ്റെ സ്നാക്സിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ദോശ, സാമ്പാർ, ചോറ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഇഫ്താർ ഡേ 16 ഇട്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സ്നാക്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേയിൽ ഫ്രഷായിട്ട് പുതിയതൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സ്നാക്സും കാര്യങ്ങളെല്ലാം ഫ്രഷായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ റെസിപ്പി. കാര്യമായിട്ട് റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്വീറ്റ് സമൂസ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ സ്വീറ്റ് സമൂസയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ ഞാനൊരു കുറച്ച് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് കാണാത്തവർ ചെന്ന് കാണുക. ഇതിൽ ഞാൻ എൻ്റെ റംലാൻ ഇഫ്താർ വ്ലോഗ് 17ാമത്തെ ദിവസത്തെ കുറച്ച് തിരക്ക് പിടിച്ച കുക്കിംഗ് വിശേഷങ്ങൾ, സ്നാക്കിന് വേണ്ടിയിട്ടുള്ള സ്നാക്ക് പ്രിപ്പറേഷൻസ്, എൻ്റെ കുക്കിംഗ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ എൻ്റെ സ്നാക്കിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് സ്നാക്സായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സ്പ്രിംഗ് റോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സമൂസ ചെയ്യുന്നുണ്ട്. വെജിറ്റബിളും ചിക്കനും ഒക്കെ ഇട്ടിട്ടുള്ള സമൂസ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു ഡിഫറെൻറ്റ് സമൂസ ചെയ്യുന്നുണ്ട്, സ്വീറ്റ് സമൂസ. അപ്പോൾ അതും ഒക്കെ ഞാൻ ഇതിൽ കുറച്ചായിട്ട് ഞാൻ ഷെയർ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഫ്താർ സ്നാക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ ബോൺലെസ് പീസസ് അല്ല, എപ്പോഴും ഞാൻ സ്നാക്കിന് വേണ്ടിയിട്ട് ബോൺലെസ് പീസസ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കുറച്ച് വലിയ 3-4 പീസസ്സാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പും പെപ്പർ പൗഡറും ഒക്കെ ഒന്ന് ഇട്ടതിന് ശേഷം ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വേവിച്ചെടുത്തു. വലിയ പീസസ് ആയതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ്സ് കുറച്ച് നേരം എടുത്തു നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ചിക്കൻ വേവിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇന്ന് സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ട് ഉള്ള ഫില്ലിങ്ങുകളൊക്കെ ഏകദേശം റെഡിയാക്കി വെക്കുകയാണ്. എൻ്റെ ഫില്ലിങ്ങുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഓവർ മസാലകളും കാര്യങ്ങളൊന്നും ഇടത്തില്ല. ഒരു മൈൽഡായിട്ടുള്ള മസാല ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫില്ലിങ്ങുകൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇതെന്ന് പറയുന്നത് ഞാൻ സമൂസയ്ക്കും അതുപോലെ തന്നെ സ്പ്രിംഗ് റോളിനും വേണ്ടിയിട്ട് റെഡിയാക്കുന്ന ഫില്ലിങ്ങാണ്. അപ്പോൾ ആദ്യം ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്യാരറ്റ്, ക്യാബേജ്, സവോള ചേർത്തു. പിന്നെ ഗ്രീൻ ചില്ലി, എരിവിന് വേണ്ടി ഗ്രീൻ ചില്ലി ചേർത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഗ്രീൻ ചില്ലിയും പെപ്പർ പൗഡറും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ ബോണൊക്കെ മാറ്റി കുറച്ച് ബോൺലെസ് പീസസ് ഇതിലേക്ക് പീസസ്സായിട്ട് റെഡിയാക്കി ഇട്ടു. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം ഫില്ലിങ് കൊണ്ട് തന്നെ ഞാൻ സ്പ്രിംഗ് റോളിലും അതുപോലെ തന്നെ സമൂസയിലും, നമ്മുടെ സമൂസ ലീഫിലും സ്പ്രിംഗ് റോള് ലീഫിലും വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് തണുത്തതിന് ശേഷമാണ് നമുക്ക് ലീഫിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ സ്നാക്ക് പ്രിപ്പറേഷനിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, ഇതിൽ ഞാൻ ചെറുതായിട്ട് പാർട്ട് പാസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഈ ഒരു സ്വീറ്റ് സമൂസയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ സ്പ്രിംഗ് റോളിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യാത്തത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടോ സമൂസയുടെയും സ്പ്രിംഗ് റോളിൻ്റെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി ഒരു റിപ്പീറ്റേഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് വലിയ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് ആറാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് വെച്ച് വിടാം. ഞാനപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഫ്രീസറിലിരിക്കുകയായിരുന്നു. നമ്മുടെ സമൂസ ലീഫും സ്പ്രിംഗ് റോള് ഷീറ്റ്സും ഒക്കെ ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അതൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചു. കുറച്ച് നേരം ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് മുന്നെയെങ്കിലും പുറത്തെടുത്ത് വെക്കണമല്ലോ. പിന്നെ ഞാൻ അതിനുശേഷം 2 സ്നാക്കിൻ്റെ ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. സ്പ്രിംഗ് റോളിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ വെജ് സമൂസയുടെയും ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്വീറ്റ് സമൂസയുടെ ഫില്ലിങ് റെഡിയാക്കുകയാണ്. അതിന് വേണ്ടിയിട്ടും ഞാൻ നമ്മുടെ സ്വീറ്റ് സമൂസയ്ക്ക് വേണ്ടിയിട്ട് നട്ട്സും തേങ്ങയും വളരെ കുറച്ച് പഞ്ചസാരയും ഏലക്കയും ഗീയും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ സ്വീറ്റ് സമൂസ റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിൽ, അപ്പോൾ ടോട്ടൽ ഇന്ന്
3 സ്നാക്കാണ് റെഡിയാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ അതിന് നട്ട്സായിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ എല്ലാ നട്ട്സും ഡ്രൈ നട്ട്സും ഇതിലേക്ക് ഇടാം. അതായത് കാഷ്യൂനട്ട് ആണെങ്കിലും അതുപോലെ തന്നെ പിസ്ത ആണെങ്കിലും ആൽമണ്ട് ആണെങ്കിലും എല്ലാം വാൾനട്ട് ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള എല്ലാ നട്ട്സും നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുണ്ടായിരുന്നത് കാഷ്യൂനട്ടും അതുപോലെ തന്നെ പിസ്തയുമാണ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്വീറ്റ് സമൂസ റെഡിയാക്കുമ്പോഴത്തേനും ഡേറ്റ്സ് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഗീൻ്റെ അകത്ത് ഏത്തപ്പഴം ഉണ്ടല്ലോ, ഏത്തപ്പഴം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് ഒന്ന് സോട്ട് ചെയ്തിട്ട് അത് നമ്മുടെ തേങ്ങയുടെയും അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു മിക്സിൻ്റെ അകത്ത് വെക്കാം. നമ്മുടെ ഈ ഏലാഞ്ചി ഉണ്ടല്ലോ, ഏലാഞ്ചി അതുപോലെ തന്നെ ബനാന നിറച്ചത് അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ഫില്ലിംഗ് ആയിട്ട് വരും. പക്ഷേ നമ്മൾ സമൂസ ലീഫിൻ്റെ ഉള്ളിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കഴിക്കുമ്പോൾ അതിലും ടേസ്റ്റാണ്. കാരണം വളരെ ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് പുറമേ നല്ല ക്രിസ്പി ക്രഞ്ചി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും. അപ്പം നമുക്ക് ആ ഒരു ഏലാഞ്ചിയിൽ കഴിക്കുന്ന ആ ഒരു പഴം നിറച്ചതിൽ കഴിക്കുന്ന ഒരു ഫീലല്ല ഈ ഒരു ക്രിസ്പി സ്വീറ്റ് സമൂസ കഴിക്കുമ്പം ഉള്ള ഒരു ഫീലെന്ന് പറയുന്നത്. പിന്നെ ഒരു ചെറിയ ചൂടോടുകൂടിയൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഇഫ്താർ വ്ളോഗ് 17ാമത്തെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കറിയും കാര്യങ്ങളും അങ്ങനെ പല പല കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ എൻ്റെ മെയിൻ ഫുഡിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒന്നും ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എൻ്റെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബീഫ് കറി കഴിഞ്ഞ ദിവസം ഇഫ്താറിന് വേണ്ടി റെഡിയാക്കിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നതുകൊണ്ട് ഇതിലേക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഞാൻ നെക്സ്റ്റ് ഡേയിലും എൻ്റെ ഒരു സിമ്പിൾ ബീഫ് കറിയുടെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ അതാ നമ്മുടെ നമ്മുടെ സ്വീറ്റ് സമൂസയുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഫില്ലിങ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കാരണം പിസ്ത ചേർത്തത് കൊണ്ട് നമ്മുടെ കോക്കനട്ട് നമ്മുടെ തേങ്ങയ്ക്ക് മൊത്തത്തിലൊരു പിസ്ത ഗ്രീൻ കളറായിട്ടുണ്ട്. ആ ഗീയുടെ കളറും അതുപോലെ തന്നെ ആ പിസ്തയുടെ ഒരു ഗീയുടെ യെല്ലോ കളറും പിസ്തയുടെ ആ ഒരു ലൈറ്റ് ഗ്രീനും എല്ലാം ചേർന്നിട്ട് കോക്കനട്ടിനൊരു പ്രത്യേക ഭംഗി. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സമൂസ ലീഫ്, ഇന്ന് സമൂസ ലീഫൊക്കെ കുറച്ച് കൂടുതൽ വേണ്ട ദിവസമാണ്. കാര്യം വെച്ചാൽ നമ്മളിന്ന് 2 ടൈപ്പ് സമൂസയാണ് ചെയ്യുന്നത്. നമ്മൾ സ്വീറ്റ് സമൂസയും ചെയ്യുന്നുണ്ട്, സ്പൈസി സമൂസയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഓരോന്നായിട്ട് ആ ഒരു ഫില്ലിങ്, ആ ഒരു സ്വീറ്റ് ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെച്ച് വിടുകയാണ്. അപ്പോൾ സ്വീറ്റ് എന്ന് പറഞ്ഞിട്ട് പേടിക്കുകയൊന്നും വേണ്ട. കാര്യം എന്ന് വെച്ചാൽ സ്വീറ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. കാര്യം പഞ്ചസാര എന്ന് പറയുന്ന നമുക്ക് തേങ്ങയ്ക്ക് ഓൾറെഡി മധുരം ഉണ്ടല്ലോ, ഒരു മൈൽഡ് സ്വീറ്റ്നെസ് ഉണ്ടല്ലോ. അപ്പം എന്താ പറയുക, വളരെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് എനിക്ക് ഒരുപാട് ഷുഗർ ആഡ് ചെയ്യുന്നത് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ച് ഷുഗറേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഇപ്പോൾ ഷുഗർ വേണ്ട എങ്കിൽ ഇപ്പോൾ ആ ഒരു ഗീയുടെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു നട്ട്സ്, തേങ്ങ, ആ ഒരു ഏലക്ക, ആ ഒരു ടേസ്റ്റ് മതി, ഷുഗർ കട്ട് ചെയ്യണം എന്നുള്ളവർ ഇതിനകത്തേക്ക് ഷുഗർ ആഡ് ചെയ്യണം എന്നില്ല. എന്താണേലും നമ്മൾ സ്വീറ്റ് സമൂസ എന്ന് പറയുന്ന സ്ഥിതിക്ക് വളരെ കുറച്ച് ഒരു പേരിന് വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആഡ് ചെയ്തതാണ്. പിന്നെ ഈ ഒരു പഞ്ചസാരയ്ക്ക് പകരം ഈ മധുരത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എന്താ പറയുക ഡ്രൈ നട്ട്സിൻ്റെ കൂടെ കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്ത് ഇട്ടാലും മതി. അതാകുമ്പോഴത്തേനും നമുക്കെല്ലാം കൂടെ ചേർത്തങ്ങ് കഴിക്കുമ്പോഴത്തേനും ആ ഒരു സ്വീറ്റ്, ഡേറ്റ്സിൻ്റെ സ്വീറ്റ് ആണെങ്കിലും നല്ല സ്വീറ്റാണല്ലോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എൻ്റെ സ്നാക്കിൻ്റെ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചിക്കൻ വെജിറ്റബിൾ സമൂസയും കംപ്ലീറ്റ് ഫില്ല് ചെയ്തു. പിന്നെ എൻ്റെ ഫില്ലിങ്ങൊക്കെ കണ്ടാൽ മനസ്സിലാകും. എൻ്റെ ഞാൻ ഇന്ന് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തതാണ് സമൂസയും സ്പ്രിംഗ് റോളും ഒക്കെ. പക്ഷേ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഞാൻ വളരെ കുറച്ച് ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. ഒരു 7 വീതമൊക്കെയാണ് ഞാൻ മാക്സിമം ഇന്ന് ഒരു സ്നാക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കാര്യം പിന്നെ എക്സ്ട്രാ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റുന്നുമില്ല. എന്നാന്ന് വെച്ചാൽ ഇനി നെക്സ്റ്റ് 2-3 ദിവസങ്ങളിൽ നമുക്ക് ഇഫ്താറും കാര്യങ്ങളൊക്കെ പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തേക്ക് റെഡിയാക്കിയത് ഇന്നത്തേക്ക് തന്നെ ഫ്രൈ ചെയ്ത് മാറ്റാനാണ്. അപ്പോൾ നമ്മുടെ ഇഫ്താറിൻ്റെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഞാൻ രാവിലെയാണ് ഫോൾഡ് ചെയ്ത് വെച്ചത്. ഫോൾഡ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയായിരുന്നു. ഇപ്പോൾ ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും ഞാനെല്ലാം ഫ്രൈ ചെയ്ത് നമ്മുടെ ടേബിളിലേക്ക് മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പാനിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം
ശേഷം ഞാൻ ഏറ്റവും ആദ്യം നമ്മുടെ എന്താണ് ചിക്കൻ വെജിറ്റബിൾ സ്പ്രിംഗ് റോൾസാണ് ഞാനിന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ചിക്കൻ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അപ്പം വളരെ കൂടിയ ക്വാണ്ടിറ്റിയിൽ ക്യാരറ്റും ക്യാബേജും ഒണിയനുമാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ വളരെ കുറച്ച് മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മുടെ മസാല എന്ന് പറയുന്ന ഫില്ലിംഗ് എന്ന് പറയുന്നത് അത്ര ടേസ്റ്റാണ്. അത്രയും ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഫില്ലിങ്ങിൽ ആകെ ചേർക്കുന്ന കുറച്ച് എന്താ പറയുക, കുറച്ച് പെപ്പർ പൗഡറും അതുപോലെ തന്നെ സോയാ സോസും ആവശ്യത്തിന് ഉപ്പും മാത്രമാണ് ഞാൻ ഫില്ലിങ്ങിൽ ചേർക്കുന്നത്. ആ ഒരു മൈൽഡ് ഫ്ലേവർ എന്ന് പറയുന്ന ഒരു പ്രത്യേക രസമാണ് നമുക്ക് സ്നാക്സൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ സ്പ്രിംഗ് റോള് ഞാനിതാ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് എടുത്തു വെച്ച് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഫ്രൂട്ട്സും ജ്യൂസും ചായയും ഡേറ്റ്സും നട്ട്സും ആ ഒരു 5:30 എന്താ പറയുക, ആ ഒരു 5:30 കൂടിയിട്ടൊക്കെയാണ് ഒരു കിച്ചണിൽ കയറുന്നത്. അപ്പോൾ ആ ഒരു ടൈമെന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ടൈമാണ്. കാരണം ആ ഒരു ഇഫ്താറിൻ്റെ ആ ഒരു ടൈമെന്ന് പറയുന്നത്, അപ്പം നമ്മൾ ആ ഒരു ടൈമിലാണ് എല്ലാം നല്ല ചൂടോട് കൂടിയിട്ട് ഫ്രഷായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് റോളിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്നത് നമ്മുടെ സ്പൈസി സമൂസയാണ്, അതായത് ചിക്കൻ വെജിറ്റബിൾ വെച്ചിട്ടുള്ള സമൂസയാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ സ്വീറ്റ് സമൂസയും കൂടി ഫ്രൈ ചെയ്ത് മാറ്റാൻ പോകുന്നത്. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണ്. വളരെ വെറൈറ്റി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഡൗട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു സ്വീറ്റ് സമൂസ റെഡിയാക്കിയത്. ഫ്ലോപ്പ് ആവുമോ സക്സസ് ആവുമോ എന്നുള്ള ഒരു ഉറപ്പില്ലാതെ. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു സ്പൈസി സമൂസേനേക്കാളും നമ്മുടെ കോമൺ സമൂസേനേക്കാളും ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ സ്വീറ്റ് സമൂസ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. കാരണം ആ തേങ്ങയുടെ ഇടയിൽ അത് വളരെ കുറച്ച് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടായിരുന്നു. പിന്നെ ആ നട്ട്സൊക്കെ ഒരുപാട് ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തേങ്ങ എടുത്തുള്ളൂ. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തേങ്ങ എടുത്തിട്ട് കൂടുതൽ നട്ട്സ് ഇട്ടപ്പോഴത്തേനും ഒരുപാട് നട്ട്സ് കാഷ്യൂനട്ടും പിസ്തായും കടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ്. അങ്ങനെ പിന്നെ ഇപ്പം ഞാൻ നമ്മുടെ ചിക്കൻ വെജ് സമൂസയാണ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രൈ ചെയ്യാൻ ഇടുന്ന ടൈമിൽ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജ്യൂസ് കലക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെന്താ, ഇന്ന് പിസ്തായും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഡേറ്റ്സും പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി. ഇന്ന് ഫ്രൂട്ടായിട്ട് എടുത്തിരിക്കുന്നത് വാട്ടർമെലൺ കുറച്ച് കൂടുതൽ, ഒരു പ്ലേറ്റ് ഫുള്ള് വാട്ടർമെലൺ എടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് വളരെ മധുരമുള്ള കുറച്ച് ഓറഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൂട്ടായിട്ട് കുറച്ച് പിയർ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു തിരക്കെന്ന് പറഞ്ഞാലും വളരെ രസകരമായിട്ടുള്ള ഒരു എനിക്കിഷ്ടമാണ്. എനിക്കിങ്ങനെ എല്ലാം ഐറ്റംസൊക്കെ ഇങ്ങനെ റെഡിയാക്കാനും അത് ടേബിളിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പണ്ട് മുതൽ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര ആസ്വദിച്ച് വളരെ എൻജോയ് ചെയ്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് വെൽ അറേഞ്ച് ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ എല്ലാം ഒരുക്കാനായിട്ട് എല്ലാം ഒരുക്കി ടേബിളിൽ സെറ്റ് ചെയ്ത് അങ്ങനെ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ബാങ്ക് കൊടുക്കുന്നതിന് ഒരു 5 മിനിറ്റ്സ് മുന്നേയൊക്കെ അതിൻ്റെ മുന്നിൽ വന്നിരുന്ന് അത് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന അതൊക്കെ ഒരു പ്രത്യേക രസമാണ്. അതൊക്കെ റമളാൻ മാസത്തിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ നമ്മുടെ സമൂസ ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇപ്പോൾ റെഡിയായത് നമ്മുടെ ചിക്കൻ സമൂസയാണ്. ഇനിയിപ്പോൾ നമ്മൾ ലാസ്റ്റ് ബാച്ച് ഇടുന്നതാണ് നമ്മുടെ സ്വീറ്റ് സമൂസ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇപ്പോൾ ഒരു പണി മാത്രം ചെയ്യാതെ ഒരു പണിയുടെ ഒപ്പം മറ്റ് കാര്യങ്ങളും കൂടെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പം സമൂസ, അതായത് സ്നാക്സ് ഫ്രൈ ചെയ്യാൻ ഇടുന്ന ഗ്യാപ്പിൽ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഗ്യാപ്പിൽ തന്നെ നമ്മൾ ജ്യൂസ് കലക്കുന്നു. ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ ചായ വെച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ സ്വീറ്റ് സമൂസയാണ്. അപ്പോൾ അത്യാവശ്യം വളരെ ടേസ്റ്റി ആയിട്ട് കുറച്ച് കൂടുതൽ ഫില്ലിങ്ങോട് കൂടിയിട്ട് അത്യാവശ്യം ഒരു നോർമൽ സൈസിലാണ് ഞാനിന്ന് സ്വീറ്റ് സമൂസ ഉണ്ടാക്കിയത്. നമുക്ക് വളരെ ചെറിയ സൈസിലും ഈ ഒരു സമൂസ ലീഫ് ഉണ്ടല്ലോ, അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് വളരെ ചെറിയ സൈസിൽ നമുക്ക് സ്വീറ്റ് സമൂസ ഉണ്ടാക്കാം. പക്ഷേ ഇത് ഓവർ സ്വീറ്റ് ഒന്നും അല്ലാതെ കുറച്ച് കൂടുതൽ നട്ട്സും തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ച് സൈസിൽ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നി. പിന്നെ നെക്സ്റ്റ് ഈ സമൂസ വെച്ചിട്ട് പല പരീക്ഷണങ്ങളാണ് ഇപ്പോൾ
നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് മോള് അടുത്ത ഒരു ആഗ്രഹം പറഞ്ഞു, എന്നാന്ന് വെച്ചാൽ ചീസ് സമൂസ ഉണ്ടാക്കി കൊടുക്കാമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ചിക്കനും ചീസും മാത്രം ഇട്ടിട്ട് ചിക്കൻ കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചീസ് മോസറല്ല ചീസൊക്കെ ഇട്ടിട്ട് ഈ സെയിം ലീഫിൽ ഫോൾഡ് ചെയ്തിട്ട് വളരെ ടേസ്റ്റി ആയിരിക്കുമല്ലോ ചിക്കൻ ചീസ് സമൂസ. അപ്പോൾ അത് റെഡിയാക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ സമൂസ ലീഫ് അല്ലെങ്കിൽ സ്പ്രിംഗ് റോൾ ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്നാക്സ് നമുക്ക് ഈസി ആയിട്ട് ഇഫ്താറിന് വേണ്ടിയിട്ട് റമളാൻ മാസത്തിൽ ടൈമൊന്നും ഒരുപാട് വേസ്റ്റ് ആവാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേയിൽ ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചിക്കൻ ചിക്കൻ ബോക്സ് പാറ്റീസ്, അതുപോലെ തന്നെ എഗ്ഗ് ബോക്സ് പാറ്റീസ്, ബീഫ് ബോക്സ് പാറ്റീസ്, അതെല്ലാം ഈ സമൂസ ലീഫ് കൊണ്ട് തന്നെ റെഡിയാക്കുന്ന ഒരു വെറൈറ്റി സ്നാക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ സ്നാക്സ് 3 തരം സ്നാക്സൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറച്ച് ഉഴുന്നുവടയും അതുപോലെ നല്ല ചൂട് ഉഴുന്നുവടയും കുറച്ച് ചട്നിയൊക്കെ റെഡിയാക്കി അവൾ കൊണ്ട് തന്നു. അപ്പോൾ അതും കൂടി ഞാൻ ടേബിളിലേക്ക് എൻ്റെ സ്നാക്സിൻ്റെ ഒപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ അവൾ പെട്ടെന്ന് കൊണ്ട് തന്നതാണ്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഇന്നത്തെ ഐറ്റംസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചായ ഞാൻ ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കാരണം ചായ ഇപ്പോൾ ആകുന്നതേ ഉള്ളൂ. ആ ഒരു ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ചായ ടേബിളിലേക്ക് എടുക്കുന്നത്. കാരണം ബാങ്ക് കൊടുക്കാനായിട്ടൊരു 2-3 മിനിറ്റ്സ് ഉള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഇന്നത്തെ ഇഫ്താർ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് എൻ്റെ 17ാമത്തെ ഇഫ്താർ സ്നാക്ക് പ്രിപ്പറേഷൻസ് കുക്കിംഗ് വിശേഷങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ, എൻ്റെ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സ്വീറ്റ് സമൂസയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും അത് ട്രൈ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.